കൊച്ചിയിൽ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് തൊഴിലാളികൾ പറയുന്നു. ജീവനക്കാരനായ പി ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ദുഃഖകരമാണെന്നും അതിന്റെ കാരണത്തെക്കുറിച്ച് അറിയില്ലെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കമ്പനിയിലെ CITU യൂണിയൻ ഭാരവാഹിയായ ഉണ്ണിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതായും ഉണ്ണിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു. സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിന്റെ. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ എല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിന്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD അറസ്റ്റ് ചെയ്യണം. മാനേജ്മെന്റിന്റെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ MD പോയി കണ്ടിരുന്നു. MD കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയിലെ തൊഴിലാളികൾ ആത്മഹത്യ വക്കീലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയന്റെ ഇതിൽ പോയി കണ്ടിരുന്നു MD. അന്ന് ഞാൻ MD എന്നിട്ട് എന്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ മരണകാരണം അറിയില്ലെന്നും 245 കോടി രൂപയുടെ നഷ്ടമുള്ള ട്രാക്കോ കേബിളിനായി സർക്കാർ പല ആലോചനകളും നടത്തിയിരുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇൻഫോ പാർക്കിനായുള്ള സ്ഥലം കൈമാറ്റ പദ്ധതിക്കെതിരെ ജീവനക്കാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പൊ നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്ക് അറിയാൻ കഴിയില്ല എന്റെ സാഹചര്യം എന്താണെന്നുള്ളത്. ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അത് നല്ല ധാരണയുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പൊ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. ഉണ്ണിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ് ജീവനക്കാർ. ന്യൂസ് 18 കൊച്ചി. മുറിവുണങ്ങാതെ മുണ്ടക്കൈയും ചൂരൽമലയും. ദുരന്തം നടന്നിട്ട് ഇന്ന് 4 മാസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 4 മാസം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിന്ന ദിനരാത്രങ്ങൾ പിന്നിട്ടിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടുത്തെ ജനത. പുനരധിവാസം എങ്ങുമെത്താത്ത ഇഴയുമ്പോൾ എല്ലാ സഹായവും ഉറപ്പു നൽകിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണ്. ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ തുടരുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾ.